എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ഇതുവരെ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളും തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ എവിടെയാണോ ടെമ്പററി അല്ലെങ്കിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 4 മണിക്കുള്ളിൽ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ SC/ST വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഒന്നാം പ്രത്യേക അലോട്ട്മെൻറ്റ് വരെ താൽക്കാലിക പ്രവേശനത്തിൽ നിങ്ങൾക്ക് തുടരാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, നിങ്ങൾ ഈ ഒരു MG യൂണിവേഴ്സിറ്റിയിൽ അടച്ച ആ ഒരു ഫീസ് നിങ്ങൾക്ക്, അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് റീഫണ്ട് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ട് വരുന്നതാണ്. കാരണം അത് റീഫണ്ട് കിട്ടുമോ അറിയില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്നവർക്കും മുൻപ് അപേക്ഷ സമർപ്പിച്ച അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും ഉൾപ്പെടെ, അതായത് ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും ഉൾപ്പെടെ എല്ലാ വിഭാഗം അപേക്ഷകർക്കും വീണ്ടും അപേക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ഓപ്ഷനുകൾ നൽകുന്നതിനുമുള്ള സൗകര്യം ജൂലൈ 1 മുതൽ 3 വരെ ലഭ്യമായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ സ്ഥിരപ്രവേശനം എടുത്തവർക്കും, അത് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തവർക്കും, നാളിതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും അലോട്ട്മെൻറ്റ് റദ്ദായി പോയവർക്കും ഉൾപ്പെടെ എല്ലാ വിഭാഗം അപേക്ഷകർക്കും ജൂലൈ 1 മുതൽ 3 വരെ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. 1 മുതൽ 3 വരെയുള്ള അലോട്ട്മെൻറ്റുകൾക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ഓപ്ഷനുകൾ തുടർ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പ്രസ്തുത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിലവിൽ അപേക്ഷിച്ചിട്ടുള്ളവർ പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ 1ാം സെമസ്റ്റർ ക്ലാസ്സുകൾ ജൂലൈ 1 ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, MG യൂണിവേഴ്സിറ്റിയുടെ ഈ 3ാമത്തെ അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് 1ഉം 2ഉം അലോട്ട്മെൻറ്റുകളിൽ താൽക്കാലിക പ്രവേശനം നേടിയിട്ടുള്ളവരും 3ാം അലോട്ട്മെൻറ്റ് ലഭിച്ചവരും അതുപോലെ തന്നെ 3ാം അലോട്ട്മെൻറ്റ് കിട്ടാതെ ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് കിട്ടി ടെമ്പററി അഡ്മിഷൻ നേടിയവർക്കും നാളെ വൈകുന്നേരം 4 മണിക്കുമ്പായിട്ട് വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ, അത് സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. അതുപോലെ തന്നെ എന്നാൽ 1ാമത്തെ ഓപ്ഷൻ ഒഴികെ, അതായത് നിങ്ങൾ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണ്, എന്നാൽ 1ാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച SC/ST വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കായിട്ടുള്ള 1ാം പ്രത്യേക അലോട്ട്മെൻറ്റ് വരെ താൽക്കാലിക പ്രവേശനത്തിൽ തുടരാവുന്നതാണ്. അതായത് നിങ്ങൾ SC/ST വിഭാഗം ആണെങ്കിലും 1ാമത്തെ ഓപ്ഷനല്ല നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ, അത് നിങ്ങൾക്കിപ്പോൾ 1ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. 2ാമത്തെയോ 3ാമത്തെയോ അങ്ങനെ ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനിൽ തന്നെ തുടരാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് പറയാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് മോഡ് ഓഫ് അഡ്മിഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പെർമനൻറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ, അതായത് ആദ്യം ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേ ഫീസിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നീട് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1575 രൂപയും SC/ST ആണെങ്കിൽ 50 രൂപയുമാണ് ഫീസ് വരിക, അതായത് 50 രൂപയാണ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ ആ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഇതുവരെ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം മോഡ് ഓഫ് അഡ്മിഷൻ സെലക്ട് ചെയ്യുക, അതിൽ പെർമനൻറ്റ് അഡ്മിഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ടു ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് മെമ്മോ ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്നുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന ബോർഡുകളിൽ നിന്നുള്ളവരും ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക്, അതുപോലെ തന്നെ ഒരു SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/BC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ വെയിറ്റേജ് സർട്ടിഫിക്കറ്റ്, അതായത് ബോണസ് പോയിന്റ് വെയിറ്റേജ് ഉള്ളവർ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സുകൾ, അതുപോലെ തന്നെ കോളേജിൽ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ട ഫീസ് എത്രയാണോ ആ ഒരു ഫീസ് കൂടി എടുത്തിട്ട് വേണം വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.